വചനദീപം. ബൈബിളിലെ പുതിയ നിയമത്തിൽ വളരെയധികം പഠന വിഷയമായിരിക്കുന്ന ഒരു എഴുത്താണ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം. ഇത് വായിക്കുവാൻ അധികം സമയമെടുക്കില്ലെങ്കിലും ഈ ഗ്രന്ഥം പഠിക്കുവാനും പഠിപ്പിക്കുവാനും വേദപണ്ഡിതന്മാർ വളരെയധികം സമയം ചെലവിട്ടിട്ടുണ്ട്. പ്രഗത്ഭരായ എഴുത്തുകാർ, പ്രസിദ്ധരായ വേദപണ്ഡിതർ അവരൊക്കെയും ഈ പുസ്തകം പഠിക്കുവാനും ഇതിൽ നിന്ന് പല തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ എഴുതുവാനും ഇടയായിട്ടുണ്ട്. ഈ പുസ്തകത്തിൻ്റെ ആദ്യത്തെ അധ്യായങ്ങളിൽ ഉള്ള വളരെ നീളമുള്ള വാചകങ്ങൾ പലരെയും ഈ പുസ്തകം വായിക്കുന്നതിൽ നിന്നും പഠിക്കുന്നതിൽ നിന്നും ഭയപ്പെടുത്താറുണ്ട്. കാരണം അതത്ര എളുപ്പം വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതാണ് അതിൻ്റെ കാരണം. എന്നാൽ ഈ പുസ്തകത്തിൻ്റെ അവസാന ഭാഗങ്ങൾ അത്ര ബുദ്ധിമുട്ട് മനസ്സിലാക്കുവാൻ ഇല്ല. കാരണം പ്രായോഗികമായ നിർദ്ദേശങ്ങളാണ് എഫേസ്യ ലേഖനത്തിൻ്റെ അവസാന ഭാഗത്ത് നാം കാണുന്നത്. ഈ പുസ്തകം നമുക്കൊന്ന് പഠനവിധേയമാക്കാം. വളരെ ലളിതമായ ഭാഷയിൽ വളരെ ലളിതമായി ചില കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് എന്ന് ആദ്യം തന്നെ പറയട്ടെ. ഈ ലേഖനത്തെക്കുറിച്ച് ചില ആളുകൾ എഴുതിയിരിക്കുന്ന പുസ്തകങ്ങളുടെ ടൈറ്റിൽ നോക്കിയാൽ തന്നെ അതിൽ നിന്നും ഈ പുസ്തകത്തെക്കുറിച്ച് നമുക്ക് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടും. ഒരു ടൈറ്റിൽ ഇങ്ങനെയാണ്: വെൽത്ത്, വാക്ക് ആൻഡ് വാർ എന്ന് പറഞ്ഞാൽ സമ്പത്ത്, നടപ്പ്, യുദ്ധം. ഈ 3 കാര്യങ്ങളാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. തുടക്കത്തിൽ ഒരു ക്രിസ്തു വിശ്വാസിക്ക് ക്രിസ്തുവിലുള്ള സമ്പത്ത് എന്താണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അതിനുശേഷം ആ വ്യക്തിയുടെ വാക്ക് അല്ലെങ്കിൽ അയാളുടെ നടപ്പ് എന്ന് പറഞ്ഞാൽ ജീവിതശൈലിയാണ് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതശൈലി എങ്ങനെയായിരിക്കണം എന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നു. പിന്നെ 3ാമത് ഒരു യുദ്ധം, അത് ആത്മീക യുദ്ധമാണ്, അല്ലാതെ മനുഷ്യരോടുള്ള യുദ്ധമല്ല. ഇങ്ങനെ ഒരു ടൈറ്റിലുണ്ട്. ചൈനയിലെ സുപ്രസിദ്ധ സുവിശേഷകനായിരുന്ന വാച്ച്മൻ നീ, അദ്ദേഹം എഫേസ്യ ലേഖനത്തെക്കുറിച്ച് ഒരു വളരെ ചെറിയ പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ സിറ്റ്, വാക്ക്, സ്റ്റാൻഡ് എന്നാണ്. ഇരിക്കുക, നടക്കുക, നിൽക്കുക. ഇരിക്കുക എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ ക്രിസ്തു വിശ്വാസികളെ ദൈവം ഇരുത്തിയിരിക്കുന്നു. അവർക്ക് ക്രിസ്തുവിലുള്ള അവരുടെ സ്ഥാനം, അവരുടെ ഇരിപ്പിടം, അതാണ് ആദ്യത്തെ കാര്യം. 2ാമത്തേത് ഇതിനു മുമ്പ് പറഞ്ഞതുപോലെ തന്നെ വാക്ക്, നമ്മുടെ നടപ്പ്, അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. 3ാമത് നമ്മുടെ നിൽപ്പിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതും യുദ്ധവുമായി ബന്ധപ്പെട്ടൊരു വാക്കാണ്. കാരണം ആത്മീക യുദ്ധത്തിൽ, ആത്മീക പോരാട്ടത്തിൽ നമ്മൾ ഓടുകയോ ചാടുകയോ ഒന്നുമല്ല, നിൽക്കുക എന്നാണ് നാം അവിടെ വായിക്കുന്നത്. അതുകൊണ്ട് ആത്മീക യുദ്ധത്തിൽ നിൽക്കുന്നവരാകുക. അപ്പോൾ ഇരിക്കുക, നടക്കുക, നിൽക്കുക. ഇനി മറ്റൊരു പുസ്തകത്തിൻ്റെ ടൈറ്റിൽ, അത് വാറൻ വേഴ്സ്ബി എന്ന് പറയുന്ന ആൾ എഴുതിയതാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ ഇതാണ്: ബി റിച്ച്, ധനികരായിരിപ്പിൻ. പണമുണ്ടാക്കുവിൻ എന്നല്ല, ധനികരായിരിപ്പിൻ എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് വെച്ചാൽ നമുക്കുള്ള ധനം അനുസരിച്ച് ജീവിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി വേറൊരു ടൈറ്റിൽ, അതിങ്ങനെയാണ്: സ്വർഗീയ സമൂഹം ഭൂമിയിൽ. സ്വർഗത്തിലെ പൗരന്മാരായ ആളുകൾ ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണം എന്നതാണ് വേറൊരു ടൈറ്റിൽ. ഇതിൽ നിന്നെല്ലാം നമുക്ക് ഈ പുസ്തകത്തെക്കുറിച്ച് ഏതാണ്ട് ഒരു ധാരണ കിട്ടും. അതിതാണ്: ഈ പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ ഒരു ക്രിസ്തു വിശ്വാസിക്ക് ഉള്ള പ്രിവിലേജസ്, അദ്ദേഹത്തിനുള്ള അധികാരങ്ങൾ, അവകാശങ്ങൾ, അതെന്താണെന്ന് പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ 2ാം ഭാഗത്ത് ഒരു ക്രിസ്തു വിശ്വാസിയുടെ ഉത്തരവാദിത്തങ്ങൾ. അപ്പോൾ നമുക്ക് ഈ പുസ്തകത്തെ 2ആയിട്ട് തിരിക്കാം. ആദ്യത്തെ 3 അധ്യായങ്ങൾ ഒരു ക്രിസ്തു വിശ്വാസിക്ക് ക്രിസ്തുവിൽ ഉള്ള ധനത്തെക്കുറിച്ച്, അവകാശത്തെക്കുറിച്ച്, പദവികളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. 4 മുതലുള്ള അധ്യായങ്ങളിൽ ഒരു ക്രിസ്തു വിശ്വാസിക്ക് ഉണ്ടായിരിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, അയാൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അയാളുടെ ഉത്തരവാദിത്തങ്ങൾ. ഇതാണ് 4 മുതലുള്ള അധ്യായങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. പൗലോസിൻ്റെ മിക്കവാറും എഴുത്തുകളെല്ലാം ഇങ്ങനെ 2ആയിട്ട് തരംതിരിക്കാം: തിയോളജി അല്ലെങ്കിൽ അതിൻ്റെ തിയറി പാർട്ടും പ്രായോഗിക വശവും. അങ്ങനെ എഫേസ്യ ലേഖനത്തെയും നമുക്ക് 2ആയിട്ട് തിരിക്കാം. എഫെസോസ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള വിശ്വാസികൾക്കാണ് ഈ കത്ത് എഴുതിയിരിക്കുന്നത് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഈ ടൈറ്റിൽ നിന്നും നമുക്കത് അറിയാൻ സാധിക്കും. എഫെസോസ് എന്ന് പറയുന്ന സ്ഥലം ഇന്നത്തെ ടർക്കി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇന്ന് ടർക്കി യൂറോപ്പിലാണ്. എന്നാൽ 1-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലായിരുന്നില്ല ടർക്കി. ഏഷ്യയുടെ ഭാഗമായിട്ട് തന്നെയാണ് എഫെസോസ് അടങ്ങുന്ന ഈ ടർക്കി എന്ന രാജ്യം സ്ഥിതി ചെയ്യുന്നത്. ഇന്നും നമുക്കറിയാമല്ലോ, ഏഷ്യയുടെയും യൂറോപ്പിൻ്റെയും അതിർത്തിയായിട്ടാണ് ടർക്കി എന്ന രാജ്യത്തെ നമ്മൾ കാണുന്നത്.
മാപ്പ് നോക്കിയാൽ ഏജിയൻ കടൽ, മെഡിറ്ററേനിയൻ കടലിൻ്റെ ഒരു ഉൾക്കടലാണ്, കുറച്ച് വടക്കോട്ട് കയറി കിടക്കുന്ന ഒരു കടലാണ്. ആ കടലിൻ്റെ വലതുഭാഗത്തുള്ള കരയിലാണ് എഫെസോസ്. കരയിൽ നിന്നൊരല്പം അകത്താണ് ഈ പട്ടണം, എങ്കിലും ആ ഭാഗത്താണ് എഫെസോസ് പട്ടണം. ഇനി അതിൻ്റെ ഇടതുഭാഗത്താണ് കൊരിന്ത്, തെസ്ലോനിക്ക, മാസിഡോണിയ അല്ലെങ്കിൽ ഫിലിപ്പിയ തുടങ്ങിയ സ്ഥലങ്ങൾ. ഒരു മാപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കണ്ട് അത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഏഷ്യയിലുള്ള സഭകൾ വലതുഭാഗത്തും യൂറോപ്പിലുള്ള സഭകൾ, മക്കതോനിയയിലുള്ള സഭകൾ അത് അതിൻ്റെ ഇടതുഭാഗത്തും. അങ്ങനെയാണ് 1-ാം നൂറ്റാണ്ടിൽ സഭകൾ ഡിവൈഡ് ചെയ്യപ്പെട്ടിരുന്നത്. ഇന്നത്തെ പോലെ ടർക്കി യൂറോപ്പിൽ ആയിരുന്നില്ല എന്നോർക്കുക. ഇനി എഫെസോസിലെ സ്ഥിതിഗതികൾ എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് എഫെസോസിൽ ഒരു സഭയുണ്ടായത് എന്നൊക്കെ അറിയണമെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി 18-19 അധ്യായങ്ങളൊക്കെ വായിച്ചാൽ ഈ പഠനത്തെക്കുറിച്ച് നമുക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ 2ാമത്തെ മിഷണറി യാത്രയിൽ ആണ് താൻ അന്ത്യോക്യയിലും ഇക്കോന്യയിലും ത്രോവാസിലും ഒക്കെ കൂടി പോയി ഫിലിപ്പിയിൽ വന്നു, പിന്നെ തെസ്ലോനിക്കയിൽ വന്നു, പിന്നെ കൊരിന്തിൽ വന്നു. പിന്നെ കൊരിന്തിൽ നിന്ന് താൻ കപ്പലെടുത്ത് എഫെസോസിൽ വരികയാണ്. അങ്ങനെയാണ് എഫെസോസിൽ താൻ വരുന്നത്. എഫെസോസിൽ അവിടെ വന്ന് താൻ അവിടെയുള്ള ഒരു സിനഗോഗിൽ യേശുക്രിസ്തു ആണ് മെസിഹ എന്ന കാര്യം യഹൂദന്മാരെ അറിയിച്ചു. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന വേറൊരു കുടുംബത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അതാണ് അക്വിലാവും പ്രിസ്കില്ലയും. അവരവിടെ ഉണ്ടായിരുന്നു. പിന്നെ 18-ാം അധ്യായത്തിൽ നമ്മൾ വേറൊരാളെക്കുറിച്ച് വായിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് അപ്പല്ലോസ്. അപ്പല്ലോസും അവിടെ ഉണ്ടായിരുന്നു. നമുക്കറിയാം, അപ്പല്ലോസ് ആ സിനഗോഗിൽ വന്ന് പ്രസംഗിച്ചപ്പോൾ അക്വിലാവും പ്രിസ്കില്ലയും അപ്പല്ലോസിൻ്റെ പ്രസംഗം കേട്ടിട്ട് അവർക്ക് എന്തോ ഒരു പന്തികേട് തോന്നി. അവർ അപ്പല്ലോസിനെ വീട്ടിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി. അപ്പല്ലോസിന് വളരെ വചനജ്ഞാനമുണ്ട്, പഴയ നിയമത്തിലെ തിരുവെഴുത്തുകളൊക്കെ വളരെ നന്നായിട്ട് അറിയാം. പക്ഷേ ഒരു പ്രശ്നം ഇതാണ്, അദ്ദേഹത്തിന് സ്നാപകയോഹന്നാൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് മാത്രമേ അറിയുകയുള്ളൂ. അപ്പോൾ അക്വിലാവും പ്രിസ്കില്ലയും ഈ ദൈവവചനം അറിയാവുന്ന ഈ ചെറുപ്പക്കാരനെ വിളിച്ചുകൊണ്ടുപോയി തനിക്ക് ദൈവവചനം വ്യക്തമായി പറഞ്ഞു കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പല്ലോസ് പിന്നീട് ക്രിസ്തീയ സഭയിലെ ഒരു വലിയ നേതാവായി എന്നൊക്കെ നമുക്കറിയാം. എന്നാൽ അക്വിലാവും പ്രിസ്കില്ലയും പിന്നെ അപ്പല്ലോസും കൂടിയാണ് എഫെസോസിലെ സഭ രൂപീകരിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവരാണ് അവിടെ താമസിച്ച് പ്രവർത്തിച്ചത്. അവരുടെ പ്രവർത്തന ഫലമായി ഉണ്ടായ സഭയാണ് എഫെസോസിലുള്ള സഭ. ഇനി മറ്റൊരു കാര്യം, എഫെസോസിലെ സഭ 1-ാം നൂറ്റാണ്ടിൽ വളരെ പ്രസിദ്ധമായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു പട്ടണമായിരുന്നു ഇത് എന്നും നമുക്ക് മനസ്സിലാക്കാം. പട്ടണത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് തന്നെ ഇവിടെ പ്രവർത്തിച്ച ആളുകളെക്കുറിച്ച് നമുക്ക് ചില കാര്യങ്ങൾ ചിന്തിക്കാം. ഞാനിപ്പോൾ ആദ്യം തന്നെ പറഞ്ഞു, പൗലോസുണ്ട്, അക്വിലാവും പ്രിസ്കില്ലയുണ്ട്, പിന്നെ അപ്പല്ലോസുണ്ട്. പിന്നെ വളരെ പ്രസിദ്ധനായ വേറൊരു വ്യക്തി എഫെസോസിൽ പ്രവർത്തിച്ചു. അതാണ് തിമോത്തിയോസ്. തിമോത്തിയോസ് തൻ്റെ ശുശ്രൂഷ, അല്ലെങ്കിൽ ഒരു പാസ്റ്ററൽ ശുശ്രൂഷ, സഭയിലെ ഒരു ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ തൻ്റെ ശുശ്രൂഷ നടത്തിയ സ്ഥലമാണ് എഫെസോസ്. പൗലോസ് എഫെസോസിലേക്കാണ് തിമോത്തിയോസിനുള്ള 1-ാം ലേഖനം എഴുതുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ തിമോത്തിയോസ് വളരെ നാൾ ശുശ്രൂഷ ചെയ്ത ഒരു സ്ഥലമാണ് എഫെസോസ്. കൂടാതെ അപ്പോസ്തലനായ യോഹന്നാൻ എഫെസോസിലായിരുന്നു. പ്രത്യേകിച്ച് തൻ്റെ അവസാന കാലത്ത് എഫെസോസിൽ വെച്ചാണ് തന്നെ അറസ്റ്റ് ചെയ്യുകയും തന്നെ പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തുകയും ചെയ്തത് എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ അപ്പോസ്തലനായ യോഹന്നാൻ തൻ്റെ അമ്മയോട് കൂടെ, എന്ന് വെച്ചാൽ യേശുവിൻ്റെ അമ്മയായ മറിയോടുകൂടെ എഫെസോസിൽ താമസിക്കുകയും അവിടെയാണ് തൻ്റെ അന്ത്യകാലം താൻ ചെലവഴിച്ചത്. അപ്പോൾ പൗലോസ്, അക്വിലാവ് പ്രിസ്കില്ല, അപ്പല്ലോസ്, തിമോത്തിയോസ്, പിന്നെ യോഹന്നാൻ അപ്പോസ്തലൻ, ഇങ്ങനെ പ്രഗത്ഭരായ അനേക ആളുകളുടെ ശുശ്രൂഷ ലഭിച്ച ഒരു സഭയാണ് എഫെസോസിലുള്ള സഭ. ഈ കാര്യവും നമ്മൾ ഓർക്കുക. ഇനി എഫെസോസ് എന്ന പട്ടണത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ നമുക്ക് 19-ാം അധ്യായത്തിൽ നിന്നും മനസ്സിലാക്കാം. കാരണം അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിൽ എഫെസോസിൽ വലിയൊരു റയറ്റുണ്ടായി. ആ റയറ്റിൻ്റെ ഫലമായി അവിടെ ആളുകൾ പറയുന്ന ചില കാര്യങ്ങളിൽ നിന്നും എഫെസോസ് എങ്ങനെയുള്ള പട്ടണമായിരുന്നുവെന്നും അതിൻ്റെ പ്രാധാന്യം എന്തായിരുന്നുവെന്നും നമുക്ക് മനസ്സിലാക്കാം. ഒരുപക്ഷെ ഈ കാര്യങ്ങൾ നമുക്ക് അടുത്ത ലെസണിൽ പഠിക്കാം. എന്തായാലും ലോകത്തിലെ വളരെ പ്രസിദ്ധമായിരുന്ന, വളരെ പ്രധാനപ്പെട്ട ഒരു പട്ടണമായിരുന്ന എഫെസോസിൽ ദൈവം ചില വിശ്വാസികളെ ആക്കി. ആ വിശ്വാസികൾക്ക് ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ, ദൈവം നൽകിയിരിക്കുന്ന പദവികൾ എന്താണെന്ന്
പൗലോസ് അവരെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ലോകത്തിൽ നാം ഏതു തരത്തിലുള്ള സാഹചര്യത്തിൽ ജീവിച്ചാലും നമുക്ക് ദൈവമുമ്പാകെ വളരെ വ്യത്യസ്തമായ പദവിയും സ്ഥാനവും അനുഗ്രഹങ്ങളുമാണ് ഉള്ളത് എന്ന കാര്യം നാം ഓർക്കുക. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 0988221957 എന്ന നമ്പറിൽ വിളിക്കുക. നമ്പർ ഒരിക്കൽ കൂടി 0988221957. വചനദീപം